السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد صلاة يكون بها مدفونين بجواره ومحشورين تحت لوائه وعلى آله وصحبه وبارك وسلم. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറ എന്നുള്ളത് ആദാബുകളാണ്. അള്ളാഹു താലയെയും അവൻ്റെ ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളെയും അള്ളാഹു താല പ്രത്യേകമായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത, അവൻ പ്രത്യേകത കൽപ്പിച്ച എല്ലാ സ്ഥലങ്ങളെയും വസ്തുക്കളെയും എല്ലാ സമയങ്ങളെയും ആദരിക്കുക, ബഹുമാനിക്കുക. ഇതാണ് ദീനിൻ്റെ അടിത്തറ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് നവറല്ലാഹു തആല മർക്കദഹു ബഹുമാനപ്പെട്ടവർ പലപ്പോഴും പറയാറുള്ളതായിട്ട് നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് കേട്ടതാണ്. അള്ളാഹു താലയുടെ ദീന് എന്ന് പറഞ്ഞാൽ തഅദീമു മാ അള്ളമല്ലാഹു വ തഹ്കീറു മാ ഹഖറല്ലാഹ്. അള്ളാഹു താല ആദരിച്ചതിനെ ആദരിക്കലും അള്ളാഹു താല നിന്ദിച്ചതിനെ നിന്ദിക്കലുമാണ് ദീന്. അതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് ബഹുമാനപ്പെട്ടവർ പറയാറുണ്ടായിരുന്നു എന്ന് നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ദീനിൻ്റെ അടിത്തറ ഇത്തരത്തിലുള്ള ആദാബുകളാണ്. ആദാബുകൾ എന്ന് കേൾക്കുമ്പം നമ്മൾ മറ്റ് വ്യക്തികളോടും വസ്തുക്കളോടും സമയങ്ങളോടും പാലിക്കേണ്ട ആദാബുകൾ പ്രത്യക്ഷത്തിൽ നേർക്കുനേരെ മറ്റുള്ള ഒരാളോട്, ഒരു അപരനോട് അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിനോട് ഇടപെടുമ്പോഴുള്ള ആദാബുകൾ മാത്രമല്ല. അതിനു പുറമെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മളായിരിക്കുക, നമ്മുടെ സ്വകാര്യതകളിൽ നമ്മൾ പാലിക്കേണ്ട കുറേ ആദാബുകളുണ്ട്. തസവൂഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഇത്തരം ആദാബുകളിലാണ് പണിതുയർത്തപ്പെട്ടിട്ടുള്ളത്. തസവൂഫിൽ അതല്ലെങ്കിൽ ആത്മീയ മാർഗത്തിൽ അള്ളാഹു താലയെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, അള്ളാഹു താലയുമായി ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളോടും അള്ളാഹു താലയുടെ ഇഷ്ടക്കാരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും, അള്ളാഹു താലയുടെ ഇഷ്ടക്കാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ആരിഫീങ്ങൾ, ഇവരുമായി ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം അവരുടെ വ്യക്തി ജീവിതത്തിലെ സ്വകാര്യതകളിൽ, അവരുടെ സ്വകാര്യമായ ജീവിതത്തിൽ അവിടെ ഒരുപാട് ആദാബുകൾ പാലിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അദബാണ് ബഹുമാനപ്പെട്ട ഇമാമുന ഷഹറാനി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരുടെ ലത്വായിഫുൽ മിനൻ വൽ അഖ്ലാഖ് എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. ഈ പറയാൻ പോകുന്ന അദബ് അത് കേവലം ഒരു പ്രവർത്തനത്തിലോ മറ്റുള്ള വ്യക്തികളുമായിട്ട് നേർക്കുനേരെ ഭൗതികമായി ഇടപെടുമ്പോഴോ ഉള്ള അദബല്ല. മറിച്ച് നമ്മൾ അള്ളാഹു താലയുടെ ഔലിയാക്കളുമായും സ്വാലിഹീങ്ങളുമായും സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയുള്ള അള്ളാഹു താലയുടെ ഇഷ്ടക്കാരുമായി ബന്ധപ്പെടുമ്പോഴുള്ള അവിടെ പാലിക്കേണ്ട ഒരു അദബാണ്. നമ്മളെല്ലാവരും അള്ളാഹു താലയുടെ ഇഷ്ടക്കാരെ സ്നേഹിക്കാനും അവരുമായി ബന്ധം സ്ഥാപിക്കാനും ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്ന ആളുകളുമാണ്. അള്ളാഹു താല നമ്മളെല്ലാവരെയും ആ സ്വാലിഹ്യങ്ങളുടെ ബറകാത്തുകൾ കാരണമായി അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട ഇമാമുന ഷഹറാനി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങൾ പറയുന്ന അദബ്, ഒരു വ്യക്തി ഉന്നതരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹുവിനോടും ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളോടും കാണിക്കേണ്ട ഒരു അദബിനെ കുറിച്ചാണ്. ബഹുമാനപ്പെട്ടവർ പറയാണ്, فكما أن رسول الله صلى الله تعالى عليه وسلم واسطة لنا عند الله تبارك وتعالى. അള്ളാഹു താലയുടെ അടുക്കൽ ഹബീബായി സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്കുള്ള ഒരു വാസിത്ത, ഒരു മാധ്യമം, അള്ളാഹു താല നമ്മളുടെ ഇടയിൽ ഒരു വസീലയാണ് ഹബീബായി സല്ലല്ലാഹു തആല അലൈഹി വസല്ലം തങ്ങൾ. അതുപോലെ ഹബീബായി സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു താലയുടെയും നമ്മളുടെയും ഇടയിലുള്ള ഒരു വസീല ആണ് എന്നതുപോലെ തന്നെ ഫകദാലിക അപ്രകാരം തന്നെ സയ്യിദുന അബൂബക്കറിൻ വ സയ്യിദുന ഉമർ റളിയല്ലാഹു തആല അൻഹുമാ, ഈ രണ്ട് ഷെയ്ഖാനി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവും ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവും, ഇവർ രണ്ടുപേരും വാസിത്തത്തുൽ ലനാ ഇൻദ സയ്യിദിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലം, ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നമുക്കുള്ള വസീലയാണ്. അള്ളാഹു തആലൻ്റെയും നമ്മളുടെയും ഇടയിലുള്ള വസീലയാണ് ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങൾ. അതേ പ്രകാരം ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളുടെയും നമ്മുടെയും ഇടയിലുള്ള വസീലകളാണ് ബഹുമാനപ്പെട്ട സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവും അതുപോലെ സയ്യിദുന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവും. ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വസീലയിലൂടെ, ഈ വാതിലിലൂടെ പ്രവേശിച്ചാലേ അവിടെ എത്തുകയുള്ളൂ. അള്ളാഹു തആലയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ അതിന് ഒരേ ഒരു വാതിൽ മാത്രമേ ഉള്ളൂ. ആ വാതിൽ നമുക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടാൽ അള്ളാഹു തആലയുടെ ഹദ്റത്തു ശരീഫയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. ഇതേപോലെ ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്കുള്ള വാതിലാണ് ഈ പറയപ്പെട്ട ഉന്നതരായ രണ്ട് സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹുമ. ഇവർ രണ്ടുപേരുടെയും വാതിലുകൾ നമുക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടാൽ നമുക്ക് ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തു ശരീഫയിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളുമായി ഒരു ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. ഈ രണ്ടുപേരെ മാറ്റി വെച്ചുകൊണ്ട് ഒരു യാത്ര ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളിലേക്കില്ല. തുടർന്ന് ബഹുമാനപ്പെട്ടവർ ഇതിനെ വിശദീകരിക്കുകയാണ്. വമിനൽ അദബി, ഒരു വിശ്വാസിയായ ആൾ പാലിക്കേണ്ട അദബിൽപ്പെട്ടതാണ് ഇദാ കാന ലനാ ഇൻദ സയ്യിദിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലമ ഹാജത്തുൻ, ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നമുക്ക് വല്ല ആവശ്യവും ഉണ്ടെങ്കിൽ,
ആ ആവശ്യം ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളായിരിക്കാം, ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളുമായി ആത്മീയ ബന്ധം സ്ഥാപിക്കലായിരിക്കാം, അവിടുത്തെ ഇഷ്ടവും സ്നേഹവും തൃപ്തിയും അത് നേടലായിരിക്കാം. ഇങ്ങനെ എന്താവശ്യമാകട്ടെ, നമുക്ക് ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വല്ല ആവശ്യവും ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ പാലിക്കേണ്ട അതവ് നേരിട്ട് ഹബീബായ തങ്ങളുമായി ബന്ധപ്പെടുകയോ ഹബീബായ തങ്ങളോട് ചോദിക്കലോ അല്ല. പിന്നെയോ അൻ തസ്അലഹുമ ലിയസ്അല റസൂലുള്ളാഹി സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലം ഫീഹ. ആ വിഷയത്തിൽ നമുക്ക് വേണ്ടി ഹബീബായ സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കാനും തങ്ങളുടെ അടുക്കൽ നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാനും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനോടും ബഹുമാനപ്പെട്ട സയ്യിദന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോടും ആവശ്യപ്പെടുക. ഇത് നമ്മൾ പാലിക്കേണ്ട ഒരു അദബാണ്. ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നമുക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യത്തെ നമ്മൾ സമീപിക്കേണ്ടത് നേരിട്ട് ഹബീബായ തങ്ങളോട് പറയാനല്ല, മറിച്ച് ബഹുമാനപ്പെട്ട സയ്യിദന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനോടും സയ്യിദന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോടും നമ്മുടെ വിഷയങ്ങൾ പറയുക. ഞങ്ങൾക്ക് വേണ്ടി ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളോട് ഈ കാര്യമൊന്ന് പറയണേ എന്ന് അവരോട് അപേക്ഷിക്കുക. ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് അദബ് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. വദാലിക, ഇങ്ങനെ ഇവർ രണ്ടുപേരോടും ആവശ്യപ്പെടുക എന്നുള്ളത് അഖറബു ഇലാ ഖളാഇഹ, ആ വിഷയം നടക്കാൻ ഏറ്റവും അടുത്ത ഏറ്റവും സാധ്യത കൂടിയ മാർഗം അത് ഇവർ രണ്ടാളോടും അപേക്ഷിക്കലാണ്, ആവശ്യപ്പെടലാണ്. വഅക്സറു അദബൻ മിൻ സുആലിന സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലം മിൻ ഗൈരി വാസിതതിഹിമാ. ഇവർ രണ്ടുപേരുടെയും വസീലയില്ലാതെ ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് നമ്മൾ ചോദിക്കുന്നതിനേക്കാളും അദബും ഇതാണ്. ഇതാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. നമുക്കിടയിലുള്ള വസീലയാണ് അവർ രണ്ടുപേരും. അവരെ മാറ്റിവെച്ചുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വല്ലതും നമുക്ക് കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും അബദ്ധമാണ്, വിഡ്ഢിത്തമാണ്. അവർ ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളുടെയും ഈ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരാനുള്ള സർവ്വവിശ്വാസികളുടെയും ഇടയിലുള്ള വസീലയാണ്. അത് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ഈ ഭൗതിക ലോകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹു, ലക്ഷക്കണക്കിന് സ്വഹാബത്തുൽ കിറാം ഉണ്ടായിരുന്നു. അവരിൽ ഉന്നതരായ പല ആളുകളുണ്ടായിരുന്നു. ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹുന്ന, അതുപോലെ ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത കുടുംബക്കാരായ ആളുകൾ, അടുത്ത ബന്ധത്തിലുള്ള ആളുകൾ, അഹ്ലുബൈത്ത് ആയ ആളുകൾ, അഹ്ലുബൈത്തിന്റെ നേതാവായ അഹ്ലുബൈത്തിന്റെ പിതാവായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, ഇതുപോലെയുള്ള കിബാർ സ്വഹാബ റളിയല്ലാഹു തആല അൻഹും ഉണ്ടായിട്ട് പോലും ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നമുക്കുള്ള ശുപാർശകരായി അവിടെ വിശ്രമിക്കാനും അവിടെ ജീവിക്കാനും ഭാഗ്യം ലഭിച്ചത് ഇവർ രണ്ടുപേർക്കുമാണ്. ഇവർ രണ്ടുപേരെയുമാണ് അള്ളാഹു താല തിരഞ്ഞെടുത്തത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർക്ക് മറ്റാർക്കും ഇല്ലാത്ത എന്തോ ചില പ്രത്യേകതകളുണ്ട്. ഇല്ലാതെ ഒരു മനുഷ്യന് ആ ഹദ്റത്ത് ഷരീഫയിൽ അങ്ങനെ ഒരു സ്ഥാനം ലഭിക്കില്ല. അത് കേവലം ആർക്കെങ്കിലൊക്കെ അവിടെ പോയി കൂടെ കിടക്കാം എന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ഒരാളെയും പ്രത്യേകമായിട്ട് ഭൗതികമായ കാരണങ്ങൾ കൊണ്ട് കയറി ചെല്ലാൻ കഴിയുന്ന ഒരു ഹദ്റത്ത് ഷരീഫെ അല്ല ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളുടേത്. ഈ കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുകയും നമ്മുടെ ചിന്തയിൽ ഉണ്ടാവുകയും ചെയ്യണം. എന്നിട്ട് തുടർന്ന് ബഹുമാനപ്പെട്ടവർ അതിന് ഒന്നുകൂടി ഊന്നൽ നൽകിക്കൊണ്ട് വിശദീകരിക്കുകയാണ്. ഫഇയ്യാക യാ അഖി, എൻ്റെ സഹോദര നീ സൂക്ഷിക്കണം. അൻ തത്ലുബ ഹാജതൻ മിൻ സയ്യിദിനാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലം ബിഗൈരി വാസിതതി സയ്യിദിനാ അബീ ബക്കറിൻ വസയ്യിദിനാ ഉമർ റളിയല്ലാഹു തആല അൻഹുമാ. എൻ്റെ സഹോദര നീ വളരെ ശ്രദ്ധിക്കണം, നീ സൂക്ഷിക്കണം. ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളോട് അൻ തത്ലുബ ഹാജതൻ, എന്തെങ്കിലും ഒരു ആവശ്യം നീ ഹബീബായ തങ്ങളോട് ആവശ്യപ്പെടുക, തങ്ങളോട് തേടുക. എങ്ങനെ? ബിഗൈരി വാസിതതി സയ്യിദിനാ അബീ ബക്കറിൻ വസയ്യിദിനാ ഉമർ റളിയല്ലാഹു തആല അൻഹുമാ. ഈ രണ്ട് ആളുകളുടെ വസീലയില്ലാതെ, ഇവർ രണ്ടുപേരെ ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളുടെയും നിന്റെയും ഇടയിലുള്ള വസീലയാക്കാതെ ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് വല്ലതും ചോദിക്കുന്നതിന് നീ സൂക്ഷിക്കണം. അങ്ങനെ ചോദിച്ചാൽ ഫതഖ്തിയ, അങ്ങനെ നീ പിഴച്ചു പോകും. പിഴച്ചു പോകുന്ന പറഞ്ഞാൽ നിനക്ക് അബദ്ധം സംഭവിക്കും, അദബുകേട് നിന്റെ അടുക്കൽ നിന്ന് വന്നു പോകും. അതിനെ നീ സൂക്ഷിക്കണം. തുടർന്ന് ബഹുമാനപ്പെട്ടവർ വളരെ നമുക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം ഇതിനോട് ചേർത്ത് പറയുകയാണ്. ഫഇയ്യാക അൻ തസ്തബഇദ സമാഅഹുമാ സൗതക ഇദാ തവജ്ജഹത ഇലൈഹിമാ ബിഖൽബിക മിൻ ഗൈരി തലഫുദ്. നീ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നീ ഒരു വാചകം പോലും ഉരിയാടാതെ നിന്റെ കൽബിൽ അവരിലേക്ക് തവജ്ജുഹ് ആകുകയാണെങ്കിൽ, കൽബിൽ ഹബീബായ ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനോടും സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോടും നിന്റെ ആവശ്യങ്ങൾ നിന്റെ കൽബിൽ ഇങ്ങനെ പറയുമ്പോൾ അവരത് കേൾക്കാൻ സാധ്യതയില്ല, അങ്ങനെ നടക്കൂല എന്ന് നീ വിചാരിക്കരുത്. അത് നീ ശ്രദ്ധിക്കണം. അങ്ങനെ നീ വിചാരിച്ചേ പോകരുത്. ഫഇന്നഹുമ, അതിന്റെ കാരണം പറയാണ്. ഫഇന്നഹുമ, നിശ്ചയം അവർ രണ്ടുപേരും അഅ്ളമു മഖാമൻ ബിയഖീനിൻ മിൻ ജമീഇ അശ്യാഖ് ത്വരീഖി, എല്ലാ ത്വരീഖത്തുകളുടെ മശായിഖന്മാരെക്കാളും ഉറപ്പായിട്ടും അത്രയും ഉന്നതമായ മഖാമിലുള്ള ആളുകളാണ് ഇവർ രണ്ടുപേരും. ലോകത്തുള്ള സർവ്വ മശായിഖമാരെയും സർവ്വ ഔലിയാക്കളെയും സൂഫിയാക്കളെയും ആരിഫീങ്ങളെയും ചേർത്ത് വച്ചാൽ പോലും ഇവർ രണ്ടുപേരുടെയും കാലിൽ പുരണ്ട മണ്ണാവാൻ പോലും കഴിയില്ല. അവരത്രയും ഉന്നതമായ മഖാമിലുള്ള ആളുകളാണ്. ഇത് ബഹുമാനപ്പെട്ടവർ പറയുന്നത് എന്തിനാ? അത് ബഹുമാനപ്പെട്ടവർ അതിനെ വിശദീകരിക്കുകയാണ്. വഖദ് സ്വറഹു
സൂഫിയാക്കളായ ആരിഫീങ്ങളായ മശായിഖന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബി അന്ന മിൻ ഷർത്തി ഷെയ്ഖ്, ഒരു കാമിലായ ഒരു ഷെയ്ഖിൻ്റെ, എല്ലാ ഉലിയാക്കളുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്, എല്ലാ ഉലിയാക്കളും അല്ലെങ്കിൽ എല്ലാ സദാ ഷെയ്ഖുമാരും വലിയ അങ്ങനെയല്ല, കാമിലായ അത്രയും ഉന്നതരായ മശായിഖിൻ്റെ അവരുടെ ഷർത്താണ്. അങ്ങനെ ഒരാൾ ഷെയ്ഖാവുന്നുണ്ടെങ്കിൽ ആ ഷെയ്ഖിന് ഉണ്ടാവേണ്ട ഗുണം എന്താണ്? അത് മശായിഖന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. യസ്മഅ നിദാ മുരീദിഹി ലഹു, അവൻ്റെ മുരീദിൻ്റെ വിളി അവർ കേൾക്കണം. മുരീദ് തൻ്റെ ഷെയ്ഖിനെ വിളിച്ചാൽ ആ വിളി ഷെയ്ഖ് കേട്ടിരിക്കണം. വലൗകാന ബൈനഹുമാ മസീറത്തു അൽഫി ആമിൻ ഫതഅമ്മൽഹു, അവർക്കിടയിൽ ഈ മുരീദിൻ്റെയും ഷെയ്ഖിൻ്റെയും ഇടയിൽ 1000 വർഷം സഞ്ചരിച്ചാൽ എത്താത്ത അത്രയും ദൂരമുണ്ട്. എന്നാലും ശരി, അത്രയും അധികം ദൂരം താണ് ഷെയ്ഖ് ഉള്ളത്. എന്നാലും ശരി, മുരീദ് വിളിച്ചാൽ അത് കേൾക്കാൻ കഴിയുന്ന ആളായിരിക്കണം ഷെയ്ഖ്. അവിടെ ഭൗതികമായ പരിമിതികളൊന്നും ഷെയ്ഖിൻ്റെയും മുരീദിൻ്റെയും കാമിലായ മുത്തമക്കിനായ വലിയായ ഷെയ്ഖിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. എല്ലാ ഔലിയാക്കൾക്കും ഈ ഗുണം ഉണ്ടാവില്ല. അത്രയും ഉന്നതരായ മശായിഖന്മാരുടെ ഷർത്ത് എന്ന് പറയുന്നത് ഷെയ്ഖിന് 1000 വർഷം സഞ്ചരിച്ചാലും എത്താത്ത അത്രയും ദൂരത്തിലാണുള്ളത്. എന്നാൽ പോലും തൻ്റെ മുരീദ് വിളിച്ചാൽ ആ വിളി ഷെയ്ഖ് കേൾക്കണം. ഇതാണ് ഒരു കാമിലായ ഷെയ്ഖിൻ്റെ ഷർത്ത്. കേൾക്കും, കേട്ടാൽ അവർ അതിന് ഉത്തരം ചെയ്യണോ ചെയ്യേണ്ട, അവർ ഇടപെടുമോ, ഇതൊക്കെ വേറെ കാര്യം. ചിലപ്പോൾ ഷെയ്ഖ് ഇടപെട്ടുകൊള്ളുന്നില്ല, ഷെയ്ഖ് നേർക്ക് നേരെ ഭൗതികമായിട്ട് ഇടപെട്ടുകൊള്ളുന്നില്ല, അതൊക്കെ ഇല്ലാതിരിക്കാം. പക്ഷേ ഷെയ്ഖ് കേൾക്കും, അതൊരു കാമിലായ ഷെയ്ഖിൻ്റെ ഷർത്താണ് എന്ന് മശായിഖന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിൽ ഇവരെക്കാളെല്ലാം ഉന്നതമായ മക്കാമിലുള്ള സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവും ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവും നിങ്ങളൊരു വാക്കും ഉച്ചരിക്കാതെ നിങ്ങളെ കൽബിൽ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരത് അറിയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് പാടില്ല, അങ്ങനെ വിചാരിക്കേണ്ട. അവർ ഇവരെക്കാളൊക്കെ എത്രയോ മുകളിലുള്ള ആളുകളാണ്. നമ്മളെ കൽബിൻ്റെ ഉള്ളിലുള്ള ഓരോ അനക്കങ്ങൾ വരെ അവരറിയും. അതറിയലപ്പോഴാണ് അവരോടൊരു ഹൃദയബന്ധം ഉണ്ടാക്കണം. അതല്ലാതെ ഏതെങ്കിലുമൊക്കെ ഒരുത്തൻ എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അതിങ്ങനെ കേട്ടിരിക്കൽ 24 മണിക്കൂർ CCTV പോലെ അങ്ങനെ കേട്ടിരിക്കലല്ല അവരുടെ ജോലി. നേരെ മറിച്ച് അവരുമായി ഒരു ആത്മീയ ബന്ധം ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും അവർക്ക് വേണ്ടി ഖുർആൻ ശരീഫ് ഓതുകയും സ്വലാത്തുകൾ ചൊല്ലുകയും ദിക്റുകൾ ചൊല്ലി ഹദിയ ചെയ്യുകയും അവരോടുള്ള സ്നേഹം കൽബിൽ വളർത്തുകയും ചെയ്ത് അടിമുടി അവരോടുള്ള മഹബത്തിൽ ഒരാളായിക്കഴിഞ്ഞാൽ അവർക്കിടയിൽ ഈ ഒരു ബന്ധം ഉണ്ടാകും. അവൻ കൽബിൻ്റെ ഉള്ളിൽ ചിന്തിക്കുമ്പോഴേക്കും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഇവനെ കുറിച്ച് അറിയും, ഇവൻ്റെ വേദനകൾ അറിയും, ഇവൻ്റെ സങ്കടങ്ങൾ അറിയും, ഇവൻ്റെ വിചാരങ്ങൾ അറിയും, ഇവൻ ചിന്തിക്കുന്നതും ഇവൻ കടന്നു പോകുന്ന അവസ്ഥകളും അവർ മനസ്സിലാക്കും. അത് പൂർണ്ണമായും ആ ഒരു ബോധ്യം നമ്മളെ കൽബിലുണ്ടാകണം. അതേ സംശയിക്കേണ്ട എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. ഫതഅമ്മൽഹു, ഇത് നീ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ എന്ന് തുടർന്ന് ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുക. ഫഖദ് ജറബ്ന അൽ വസീർ, നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, നമുക്കറിയാം. അൽ വസീറ ഇദാ കാന യുഹിബ്ബു ഇൻസാൻ, ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു ഭരണാധികാരി അയാൾ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ യഖ്ദി ഹാജതുഹു ബിസുഹൂലത്തിൻ, അവൻ്റെ ആവശ്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ അവൻ സാധിപ്പിച്ചു കൊടുക്കും. മറ്റുള്ള ആളുകളെ പോലെ ഇടങ്ങേറാവേണ്ടി വരില്ല. ഞാനൊരു ഭരണാധികാരിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേഗം നടത്തി കൊടുക്കും. ബിഖിലാഫി മാ ഇദാ കാന യക്റഹു, ആ വസീറിന്, ആ മന്ത്രിക്ക്, ആ ഭരണാധികാരിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ വിഷയത്തിന് വിരുദ്ധമായിട്ട്, ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ മൈൻഡ് ചെയ്യൂല, ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അവൻ്റെ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുക്കും. അതുകൊണ്ട് ഫഖ്ദിം യാ അഖി, നീ ഖിദ്മത്ത് ചെയ്യണം അൽ വസായിത, ഈ വസീലകൾക്ക്, അഥവാ ഹബീബ സല്ലല്ലാഹു തആല അലൈഹി വസല്ലം തങ്ങളുടെയും നമ്മുടെയും ഇടയിലുള്ള വസീലകളായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനും സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനും നീ ഖിദ്മത്തുകൾ ചെയ്യണം. അത് അവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി ഹദിയകൾ ചെയ്യുക. ഇതാണ് അവരോടുള്ള സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ പടി. അതിനെ തുടർന്ന് അല്ലാഹു തആല ഉന്നതമായ സ്ഥാനങ്ങൾ, ഉന്നതമായ ബന്ധങ്ങൾ അവരുമായി നമുക്ക് നൽകും. ഇങ്ങനെ അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ നീ ശ്രമിക്കണം. അതുപോലെ വഹബ്ബഹുമുൽ മഹബ്ബത്തുൽ ഖാലിസായ നിഷ്കളങ്കമായ സ്നേഹം അവരോടുണ്ടാകണം. ഇൻ അറദ്ത സുഹൂലത ഖദാഇ ഹവായിദിക ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നിന്റെ ആവശ്യങ്ങൾ എളുപ്പത്തിൽ നടക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഇവർക്ക് ഖിദ്മത്ത് ചെയ്തോ. ദുനിയാവിൽ വേറെ ഒരാൾക്ക് ഖിദ്മത്ത് ചെയ്തിട്ടും കാര്യമില്ല. ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിനക്ക് സ്ഥാനം വേണോ? എന്നാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനും സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനും നീ ഖിദ്മത്ത് ചെയ്തോ, അവരെ സ്നേഹിച്ചോ, അവരോടുള്ള സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം നിന്റെ കൽബിൽ ഉണ്ടാക്കിക്കോ. എന്നാൽ നിനക്ക് നിന്റെ ദുനിയാവിലും നിന്റെ ആഖിറത്തിലുമുള്ള എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഉണ്ടാകും. ഫഫ്ഹം ദാലിക, അതിനെ നന്നായി മനസ്സിലാക്കിക്കോ. വഅമൽ അല തഖല്ലുഖ് ബിഹി, ഈ ഒരു കാര്യം നിന്റെ നിത്യജീവിതത്തിൽ നിന്റെ ഒരു സ്വഭാവമായിട്ട് മാറ്റിയെടുക്കാൻ നീ പരിശ്രമിച്ചുകൊള്ളൂ. വല്ലാഹു തബാറക വതആല യതവല്ല ഹദാക്, അല്ലാഹു തആല നിന്നെ ഏറ്റെടുക്കുകയും നിനക്ക് നല്ല വഴി, സന്മാർഗത്തിന്റെ വഴി കാണിച്ചു തരികയും ചെയ്യട്ടെ. വഹുവ യതവല്ല സ്വാലിഹീൻ, അവൻ സ്വാലിഹീങ്ങളെ ഏറ്റെടുക്കുന്നവനാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതാണ് ബഹുമാനപ്പെട്ടവർ നൽകുന്ന ഉപദേശം, നിർദ്ദേശം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട വലിയൊരു അദബാണിത്. ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്ത് ഷരീഫയിൽ നമ്മളെക്കുറിച്ച് ഓർക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല, ഒരു വിശ്വാസി പോലും ഉണ്ടാവില്ല. ആ വിശ്വാസികളെല്ലാം അവരുടെ ജീവിതത്തിൽ പകർത്തേണ്ട വലിയ അദബാണിത്.
ബഹുമാനപ്പെട്ട സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ സ്നേഹിക്കുക, ബഹുമാനപ്പെട്ട സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്നേഹിക്കുക, അതോടൊപ്പം ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട അവിടുത്തെ അടുപ്പക്കാരായ ആളുകളെ മുഴുവനും സ്നേഹിക്കുക. പ്രത്യേകിച്ച് ഈ രണ്ടാളുകളെ കുറിച്ചുള്ള ചിന്തകൾ സദാസമയം നമ്മുടെ കൽബിലുണ്ടാകണം. അവർക്ക് വേണ്ടി ഖുർആൻ ശരീഫ് ഓതുക, അവർക്ക് വേണ്ടി ഹദിയകൾ ചെയ്യുക, അവർക്ക് വേണ്ടി സ്വലാത്തും ദിക്റുകളും ചൊല്ലി ഹദിയ ചെയ്യുക. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സർവ്വ ചലന നിശ്ചലനങ്ങളിലും അവരെക്കുറിച്ചുള്ള ചിന്തകൾ വന്നാൽ അവർ നമ്മളെ ഏറ്റെടുക്കും. അവർ നമ്മളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഹബീബാഹി സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളും നമ്മളെ ഏറ്റെടുക്കും. ആ ഒരു അവസ്ഥ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതല്ലാതെ ഈ വാതിലുകൾ നമുക്ക് മുമ്പിൽ അടഞ്ഞാൽ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന മറ്റൊരു വാതിലുമില്ല. അതുകൊണ്ട് ഈ വാതിലുകൾ തുറക്കാൻ, ആ വാതിലുകൾ തുറന്ന് ഇവരുടെ ഹദറത്ത് ഷരീഫയിൽ പ്രവേശിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതാണ് ബഹുമാനപ്പെട്ടവർ നമ്മളോട് ഉപദേശിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. പലപ്പോഴും പല ആളുകൾക്കുണ്ടാകുന്ന ഒരു വസ്വാസമാണ്. ധാരാളം ഔലിയാക്കൾ ഉണ്ടാവും, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടാവും, നമ്മൾ ഇഷ്ടപ്പെട്ട ആളെക്കാളും വലിയ ചില ആളുകളുണ്ടാവും. ആരോട് നമ്മളെ വിഷയങ്ങൾ പറയും. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, പക്ഷെ അപ്പോഴും നമുക്കൊരു വസ്വാസ് കടന്നു വരും. തങ്ങളുണ്ട്, മറ്റു വേറെ ഒരാളുണ്ട്. അപ്പോൾ ഇവരോട് നമ്മൾ വിഷയങ്ങൾ പറയുകയും ഇവരുമായി ബന്ധപ്പെടുകയും ഹദിയകൾ ചെയ്യുകയും ചെയ്താൽ മറ്റവർ അവഗണിക്കലാവോ? ഒരിക്കലുമില്ല. ഒരു വ്യക്തിക്ക് അള്ളാഹു താലയുടെ ഔലിയാക്കളുമായി ബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കൽബിൽ അവൻ ഏറ്റവും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകളുമായി ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ആ ബന്ധം സ്ഥാപിച്ചാൽ അതിനെ തുടർന്ന് അവർ നമ്മളെ മറ്റുള്ളവരുടെ ഹദറത്ത് ഷരീഫയിലേക്ക് എത്തിക്കുകയും അവരോടുള്ള മഹബത്തിലേക്കും അടുപ്പത്തിലേക്കും നമ്മൾ എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും കൂടുതൽ പരിഗണിക്കേണ്ടത്, നമ്മളെ സ്വന്തം നാട്ടിൽ ഒരു വലിയുണ്ടെങ്കിൽ, ഞാൻ താമസിക്കുന്ന ഭാഗത്ത് ഒരു വലിയൊരു മഖബർ ഉണ്ടെങ്കിൽ ആ വലിയനെ പ്രത്യേകം പരിഗണിക്കാനും നമ്മുടെ വിഷയങ്ങൾ അവരോട് പറയുകയും അവരോട് നമ്മുടെ വിഷയങ്ങൾ മറ്റുള്ള ഔലിയാക്കൾ നമ്മൾ ഉദ്ദേശിക്കുന്നവരോട് നമ്മുടെ വിഷയങ്ങൾ പറയാനും നമ്മൾ ശ്രമിക്കണം. അത് വലിയൊരു അദബാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ഷഅറാനി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങൾ അവരുടെ ഒന്നിലധികം ഗ്രന്ഥങ്ങളിൽ പറയുന്ന പ്രത്യേകമായ ഒരു വസിയ്യത്തുണ്ട്. എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നേരെ അള്ളാഹു താലയോട് പറയാതെ അതിൻ്റെ പടിപടിയായി കടന്നുകൊണ്ട്, ബഹുമാനപ്പെട്ടവർ പറയുന്ന പ്രത്യേകമായ ഒരു വസിയത്താണ്. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ബഹുമാനപ്പെട്ടവർ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രദേശങ്ങളിലെയും കാര്യങ്ങൾ തീരുമാനിക്കാനും അവിടുത്തെ മുഅ്മിനീങ്ങളെ ഏറ്റെടുക്കാനും നോക്കാനും വേണ്ടി നിയോഗിതരായ ഔലിയാക്കളുണ്ട്. അസ്ഹാബുൻ നൗബ എന്നാണ് അവരെ വിശേഷിപ്പിക്കപ്പെടുക. ഓരോ പ്രദേശത്തെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അത്തരക്കാരായ ഔലിയാക്കളാണ്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അവരോട് സമ്മതം ചോദിച്ചിട്ട്, നമ്മളത് സംസാരിക്കുകയാണ്, പ്രസംഗിക്കുകയാണ്, എഴുതുകയാണ്, എല്ലാ സമയത്തും അവരോട് സമ്മതം ചോദിച്ചിട്ട് നമ്മൾ മനസ്സുകൊണ്ട് അവരോട് സമ്മതം ചോദിക്കുക. നമ്മളെ ഉസ്താദുമാരൊക്കെ ഉപയോഗിക്കുന്ന വേറെ പറഞ്ഞു, റിജാലുല്ലാഹിൽ ഖായിബീൻ മുത്തശരിഫീൻ, തസറുഫിൻ്റെ അഹ്ലുകാരായ അള്ളാഹു തആലയുടെ ഔലിയാക്കൾ എന്ന് പലപ്പോഴും പല ആളുകളുടെ ദുആയിൽ നിന്നും കേട്ടിട്ടുണ്ടാവും. ഓരോ നാട്ടിലെയും വിഷയങ്ങൾ തീരുമാനിക്കുന്ന ഈ ഔലിയാക്കൾ അവരോട് സമ്മതം ചോദിക്കുക. എത്രത്തോളം വെച്ചാൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് യാത്ര പോവുകയാണെങ്കിൽ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് സമ്മതം ചോദിക്കണം. ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുകയാണ്, എൻ്റെ കാര്യങ്ങൾ നോക്കണം. ഇനി മറ്റൊരു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ നാട്ടിലെത്തിയാൽ അവിടെ പ്രവേശിക്കുന്നതിന് മുമ്പ് അവിടുത്തെ കൈകാര്യം ചെയ്യുന്ന ഔലിയാക്കളായ റിജാലുൽ ഗൈബിനോട്, അസ്ഹാബുൻ നൗബ, അവരോട് സമ്മതം ചോദിക്കണം. ഞാൻ നാട്ടിൽ പ്രവേശിക്കുകയാണ്, ഞാൻ ഇന്ന ആവശ്യത്തിനാണ് വന്നത്, എൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ പൊരുത്തത്തിലും നോട്ടത്തിലും ആക്കണം. ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെയാണ്. ഒരു നാട്ടിലേക്ക് ഞാൻ പോവുകയാണെങ്കിലും ഒരു നാട്ടിൽ പ്രവേശിക്കുകയാണെങ്കിലും എല്ലാ സമയത്തും ഈ അദബ് ഞാൻ പാലിക്കാറുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളും ആ ഒരു അദബ് പാലിക്കണം. എപ്പോഴും നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ, ഒരു യാത്ര തുടങ്ങുകയാണെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അസ്ഹാബുൻ നൗബ അതല്ലെങ്കിൽ റിജാലുൽ ഗൈബ് ആയ ഔലിയാക്കൾ, നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നിയന്ത്രണങ്ങളുള്ള ഔലിയാക്കളോട് സമ്മതം ചോദിക്കുകയും ഏത് പ്രവർത്തനം, ഒരാളൊരു വീട് വെക്കുകയാണ്, ഒരു സ്ഥലം വാങ്ങാണ്, എല്ലാ സമയത്തും നമ്മൾ ഈ അദബ് പാലിക്കാൻ ശ്രമിക്കണം. നമ്മൾ അവരോട് സമ്മതം ചോദിക്കുകയും അവരുടെ പൊരുത്തം പ്രതീക്ഷിക്കുകയും ചെയ്യണം. എന്നാൽ അവരുടെ നോട്ടവും അവരുടെ പൊരുത്തവും അവരുടെ മദതും നമുക്ക് ലഭിക്കും. നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, ആ നാട്ടിൽ ഒരു മഖബർ ഉണ്ടെങ്കിൽ ആ നാട്ടിലുള്ള മഹാനെ പ്രത്യേകമായി നമ്മൾ പരിഗണിക്കുകയും അവർക്ക് വേണ്ടി ദിവസവും ഖുർആൻ ശരീഫ് ഓതുകയും ഹദിയകൾ ചെയ്യുകയും നമ്മുടെ ഏത് കാര്യവും അവരോട് ആദ്യം പറയുകയും മറ്റൗലിയാക്കളും നമ്മൾ ഇഷ്ടപ്പെടുന്ന മറ്റൗലിയാക്കളോടൊക്കെ നമ്മൾ വിഷയങ്ങൾ നമ്മൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യണം. എപ്പോഴും നമുക്ക് ജീവിതത്തിൽ വിഷയം ഉണ്ടായാൽ ആദ്യം നമ്മുടെ നാട്ടിലുള്ള ഔലിയാക്കളോട് മഖബറകളിൽ ചെന്ന് അവരോട് അവിടെ സിയാറത്ത് ചെയ്യുകയും അവരോട് ഇന്നൊരു വിഷയത്തിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്, അവിടുത്തെ ശഫാഅത്ത് ഉണ്ടാകണം, എനിക്ക് ആവശ്യമായതെല്ലാം ഉന്നതരായ ഔലിയാക്കളോടും ഉന്നതരായ മശായിഖന്മാരോടും അവരോടും അള്ളാഹു താലയോടും ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളോടും പറയണം എന്ന് അവരോട് നമ്മൾ അപേക്ഷിക്കണം. ഇത് വലിയൊരു അദബാണ്. ഇമാം ഷഅറാനി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങൾ എത്രയോ അധികം സ്ഥലങ്ങളിൽ ധാരാളം കിതാബുകളിൽ, ത്വായിഫുൽ മിനനിലും ബഹജത്തുൻ നുഫൂസ് വൽ അഹദാക്കിലും അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ ധാരാളം ഗ്രന്ഥങ്ങളിൽ ഇത് ആവർത്തിച്ച് ബഹുമാനപ്പെട്ടവർ ഇത് പറയുന്നുണ്ട്, ഈ ഒരു അദബ് പാലിക്കണമെന്ന്. അതുകൊണ്ട് ഈ ഒരു അദബ് നമുക്ക് അവരെ കാണാൻ കഴിയുന്നില്ല, അവരുടെ ചലനങ്ങളും നിശ്ചലനങ്ങളും നമ്മൾ അറിയുന്നില്ല, അവരുടെ ഇടപെടലുകൾ നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഈ ഒരു അദബ് പാലിക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ കൂടി അവരുടെ മദത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും, അവരുടെ നോട്ടം നമുക്കുണ്ടാകും. നമ്മളെപ്പോഴും ഇവരോട് സമ്മതം ചോദിക്കണം.
അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആദാബുകൾ ജീവിതത്തിൽ പുലർത്താൻ പാലിക്കാൻ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന നമുക്ക് ചുറ്റുമുള്ള ഭാര്യമാരാവട്ടെ, മക്കളാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, ശിഷ്യന്മാരാവട്ടെ, അവരെല്ലാം ഈ അദബുകൾ പാലിക്കാൻ പഠിപ്പിക്കുകയും വേണം. ഇല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ധാരാളം നടക്കും, പക്ഷെ അതൊന്നും എത്തേണ്ട സ്ഥലത്ത് എത്തുകയില്ല. നമ്മൾ ധാരാളം കഷ്ടപ്പെടുന്നുണ്ടാവും, പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടാവും, പരിശ്രമിക്കുന്നുണ്ടാവും, പക്ഷെ അതെല്ലാം പാഴായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ആത്മീയമായ വളർച്ചയും ആത്മീയ ബന്ധങ്ങളും അത് ലഭിക്കണമെങ്കിൽ നമ്മളോടടുത്ത ആളുകളെ, നമ്മുടെ നാട്ടിൽ മറവ് ചെയ്യപ്പെട്ടൊരു വരികയും അതേപോലെ ഈ നാടിൻ്റെ കാവൽക്കാരായിട്ടുള്ള റിജാലുൽ ഖൈബായ അസ്ഹാബുൻ നൗബ, അവരോട് അത്തരം ആളുകളോടൊക്കെ സമ്മതം ചോദിച്ച് അവരോടൊരു ബന്ധം ദിവസവും അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതുക. ഇതൊക്കെ നമ്മളെ മുൻഗാമികളായ ഉസ്താദുമാർ ചെയ്തിരുന്നതാണ്. പലപ്പോഴും ഇപ്പോഴും പഴയ ഉസ്താദുമാരുടെ ദുആ ശ്രദ്ധിച്ചാൽ പലപ്പോഴും പലരുടെയും ദുആയിൽ കടന്നു വരും. അത് ഫാത്തിഹയൊക്കെ അധികം ചെയ്യുമ്പം ഹബീബ സല്ലല്ലാഹു തആല അലൈഹി വസല്ലം തങ്ങളെയും പലരുടെയും പേര് പറഞ്ഞതിന് ശേഷം ഇലാ ഹദ്റത്തി ഖുത്ബി ഹാദൽ സമാൻ വ വലി ഹാദൽ മകാൻ എന്നിങ്ങനെ പറയുന്നത് കേൾക്കാം. ഈ കാലഘട്ടത്തിൻ്റെ കുത്തുബിലേക്കും അതുപോലെ ഈ സ്ഥലത്തിൻ്റെ നിയന്ത്രണം ഉള്ള വലിയൻ്റെ ഹദ്റത്ത് ഷരീഫയിലേക്കും ഞാൻ ഇതിനെ ഹദിയ ചെയ്യുന്നു. അത് നമുക്ക് പല ഉസ്താദുമാരും പ്രായം ചെന്ന ഉസ്താദുമാരുടെയൊക്കെ ദുആകളിൽ അത് കേൾക്കാവുന്നതാണ്. ആ ഒരു അദബ് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെയും അവനിഷ്ടപ്പെടുന്ന സർവരുടെയും പൊരുത്തവും മദതും തൃപ്തിയും നമുക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.